മക്കളെ, ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ വീഡിയോസും കൃത്യമായിട്ട് മക്കൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ എല്ലാ വീഡിയോസും കണ്ടു എങ്കിൽ സാർ ഇപ്പോൾ ഈ പറയുന്നത് വളരെ സിമ്പിളായിട്ട് മക്കൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആണ്. സി ഇൻ ട്രയാങ്കിൾ എ ബി സി എ ബി ഈസ് ഈക്വൽ ടു എ സി. നമുക്ക് എ ബി സി എന്നൊരു ട്രയാങ്കിൾ വരച്ചിട്ട് എ ബി ഈസ് ഈക്വൽ ടു എ സി ആണ്. അതായത് ത്രികോണം എ ബി സിയിൽ എ ബി ഈസ് ഈക്വൽ ടു എ സി. P and Q are the midpoints of the side AB and AC. P, Q എന്നിവ എ ബി എ സി എന്നീ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ്. നമുക്ക് നോക്കിയേക്കാം. നമുക്കൊരു ട്രയാങ്കിൾ എ ബി സി അങ്ങ് വരയ്ക്കുക. അതിനുശേഷം പിയും ക്യൂവും, എ ബിയുടെ മിഡ് പോയിൻ്റാണ് പി, എ സിയുടെ മിഡ് പോയിൻ്റാണ് ക്യൂ. നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ ബി ഈസ് ഈക്വൽ ടു എ സി. ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. അപ്പോൾ അതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്നുള്ള കാര്യം മറക്കരുത്. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡ്രോ എ റഫ് ഡയഗ്രം ആൻഡ് ജോയിൻ ദ പോയിന്റ്സ് പി ആൻഡ് ക്യൂ. അത് നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ നമ്മളെ കണ്ട പോലെ ഒരു ഡയഗ്രം വരച്ചാൽ മതി. അതായത് ഏകദേശ ചിത്രം വരയ്ക്കുക, പി ക്യൂ എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുക. അതിനുശേഷം പ്രൂവ് ദാറ്റ് ബി പി ക്യു സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അതായത് ബി പി ക്യു സി ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക. നമുക്ക് നോക്കാം. ദ ബി പി ക്യു സി എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. പക്ഷേ നമുക്ക് എയുടെ ആംഗിൾ അവർ തന്നിട്ടുണ്ട്. നമുക്ക് എയുടെ ആംഗിളും കൂടി അവർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ആംഗിൾ എ ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി എന്ന് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ എ 20 ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഈ ക്വസ്റ്റ്യനിൽ ആദ്യമേ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് തെളിയിക്കണം. അതിന് ആംഗിൾ എ 20 എന്ന് വേണ്ട, അടുത്ത ക്വസ്റ്റ്യനിലാണ് ആംഗിൾ എ 20 തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യമേ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് തെളിയിക്കണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം ഈ പി ക്യു എന്ന പിയും ക്യൂവും ഈ സൈഡുകളുടെ മിഡ് പോയിന്റ്സ് ആണ്. അപ്പം നമ്മൾ മിഡ് പോയിന്റ് തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പി ക്യു ജോയിൻ ചെയ്യുമ്പോൾ ഈ രണ്ട് സൈഡും ഈ ബി സി എന്ന സൈഡുമായിട്ട് പാരലായിരിക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് സംശയമൊന്നുമില്ല. അങ്ങനെ രണ്ട് സൈഡുകൾ പാരലാണെങ്കിൽ നമുക്കറിയാം ഈ പാരലൽ സൈഡ്സിൻ്റെ ടോട്ടൽ 180 ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് പാരലൽ സൈഡ്സ് ഇതേ ഉണ്ടോ, ഈ ഇൻക്ലൂഡഡ് ആംഗിൾസ് ടോട്ടൽ 180 ആണ്. അപ്പം നമുക്കറിയാം എ ബി ഈസ് ഈക്വൽ ടു എ സി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഈ രണ്ട് ആംഗിൾസും ഈക്വലാണ്. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പറയാം ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി എന്ന് പറയാം. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് പറയാം ആംഗിൾ ബി പ്ലസ് ആംഗിൾ പി. ആംഗിൾ ബി പ്ലസ് ആംഗിൾ പി, ആംഗിൾ ബി പ്ലസ് ആംഗിൾ പി ഇത് 180 ആണെന്ന് പറയാം. അതിൻ്റെ റീസൺ എന്താ പറയണ്ടേ? പി ക്യു ആൻഡ് ബി സി ആർ പാരലൽ സൈഡ്സ്. അതാണ് അതിൻ്റെ റീസൺ. രണ്ടും പാരലാണെങ്കിൽ നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിൾ ടോട്ടൽ 180 ആയിരിക്കും. അപ്പം നമുക്ക് ആംഗിൾ ബി പ്ലസ് ആംഗിൾ പി ഈസ് ഈക്വൽ ടു 180 ആണ്. പക്ഷേ നമുക്കിവിടെ അറിയാം ഈ എ ബി ഈസ് ഈക്വൽ ടു എ സി ആയതുകൊണ്ട് നമുക്ക് നമുക്ക് ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ആണ്. അപ്പം നമ്മൾ പറയാം ഈ ആംഗിൾ ബിക്ക് പകരം ആംഗിൾ സി കൊടുത്തു കഴിഞ്ഞാൽ ആംഗിൾ സി പ്ലസ് ആംഗിൾ പി ഈസ് ഈക്വൽ ടു 180 എന്ന് നമുക്ക് പറയാം. ഇപ്പം സൈക്ലിക് ആയില്ലേ, കണ്ടോ? ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ ടോട്ടൽ 180 വന്നാൽ അതൊരു സൈക്ലിക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു 180 എന്ന് ഇതുപോലെ തന്നെ പ്രൂവ് ചെയ്യാം. Therefore ബി പി സി ക്യൂ ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, അല്ലെങ്കിൽ ബി പി സി ക്യൂ ഒരു ചക്രീയ ചതുർഭുജമാണ്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ആംഗിൾ എ എന്ന് പറയുന്നത്, ആംഗിൾ എ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് 20 ഡിഗ്രി
ഫൈൻഡ് ദി ആംഗിൾസ് ഓഫ് ദി ട്രപ്പീസിയം BPQC. അല്ലെങ്കിൽ ആംഗിൾ A 20 ഡിഗ്രി ആണെങ്കിൽ ലംബകം BPQCയുടെ കോണുകൾ കാണുക. സിമ്പിളാണ്. ദാ ഈ BPQCയുടെ കോണുകൾ കാണണം. നമ്മളോട് ആംഗിൾ A 20 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും, ഈ ആംഗിൾ A 20 ആണെങ്കിൽ ഇതാ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കണം. നമുക്കറിയാം AB = AC ആണ്. അതുകൊണ്ട് നമുക്ക് ആംഗിൾ B = ആംഗിൾ C ആണ്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് വേറൊരു കാര്യം പറയാം. ABC ഒരു ട്രയാങ്കിളാണ്. ട്രയാങ്കിളിൻ്റെ ടോട്ടൽ 180 അതിനകത്ത് നിന്ന് ഈ 20 അങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 160 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഓരോ ആംഗിളും 160യുടെ പകുതിയായിരിക്കും. ആംഗിൾ ബിയും ആംഗിൾ സിയും 160യുടെ പകുതിയായിരിക്കും. നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ABC ഒരു ട്രയാങ്കിളാണ്, ടോട്ടൽ ആംഗിൾ 180 ആണ്, ആംഗിൾ A 20 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 180യിൽ നിന്ന് 20 പോയാൽ ബാക്കി 160 ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇത് രണ്ട് പേരും 160ൻ്റെ പകുതി വെച്ച് വരും, 80 എന്ന് വരും. അപ്പോൾ പിന്നെ നമുക്ക് വേറൊരു കാര്യം അറിയാം. ഇത് രണ്ടും പാരലായതുകൊണ്ട് ഇതിൻ്റെ ടോട്ടൽ 180 ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ വേറൊന്നുകൂടി പറയാം. നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു BPQC ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണെന്ന്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ ടോട്ടൽ 180 ആണ്. അപ്പോൾ ഇത് 80 ആയതുകൊണ്ട് ഇത് 100 ആയിരിക്കും, 180 - 80. അതുപോലെ തന്നെ ഇത് 80 ആയതുകൊണ്ട് 180 - 80 100 ആയിരിക്കും. അപ്പോൾ നമുക്ക് BPQC എന്ന് പറയുന്ന സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജത്തിൻ്റെ ആംഗിൾസ് ഏതൊക്കെയായിരിക്കും? ആംഗിൾ B 80, ആംഗിൾ C 80, ആംഗിൾ Q 100, ആംഗിൾ P 100. വളരെ ഈസി ക്വസ്റ്റ്യൻ. അപ്പം മക്കൾ ഇതുപോലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ സാറിൻ്റെ വാട്സപ്പിൽ ഒന്ന് വിളിച്ചാൽ മതി. സാറിൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സ് 1-to-1 ആയിട്ട് മക്കൾക്ക് ക്ലാസ് എടുത്ത് തരും, എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരും. അതുപോലെ സാറിൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ കമൻസൊക്കെ ഒന്ന് പറയാനും എഴുതാനും മറക്കരുത്.